ഹായ് പറയേ ഹായ് പറയേ റോളറ ഹായ് പറയുന്നേ ഹായ് പറയട്ടെ പൊന്നുകുട്ടി ഇങ്ങോട്ട്. ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ ഈ വർത്താനം പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യലും കുറേ ഇങ്ങനത്തെ വീഡിയോ എടുക്കണ്ടേ. അതുകൊണ്ട് ഇതിപ്പോൾ ഇത് കലപ്പില എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. പകുതിക്കത് നിർത്തേണ്ടി വരാൻ നല്ല കുഞ്ഞാപ്പൂടെ കുത്തൊക്കെ കളിക്കുന്നുണ്ട്. ഒരാൾ തന്നെ കണ്ടതുണ്ടോ? അതെന്ത് സാധനം എന്നറിയോ? റോളറാണ് കേട്ടോ. റോളറിന്റെ മുകളിൽ വടിക്കഷ്ണം കുത്തിയിട്ടുള്ള പരിപാടി. ഇതിപ്പോ ഇത് വെച്ചിട്ടായിരിക്കും ഇവിടെ അംഗം കുഞ്ഞാച്ചു. കുഞ്ഞാപ്പൂന്റെ കുർത്തക്കടാണ്. കുഞ്ഞാപ്പൂന് ഭയങ്കര കുർത്തക്കടാണ്. അപ്പൊ അത് വണ്ടി ഉരുട്ടാന്ന് പറഞ്ഞിട്ടാണ് അവള് വാങ്ങി വെച്ചത്. ഇപ്പൊ നമുക്ക് കാണിക്കുന്ന അച്ഛൻ വന്നാൽ പറഞ്ഞു കൊടുക്കും. അന്നേരം അച്ഛൻ വാങ്ങി വെക്കട്ടെ കേട്ടോ. അത് രാവിലെ പുട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പുട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അന്നേരം ഇന്ന് മത്തനാണ് കേട്ടോ താളിക്കുന്നത്. അന്നേരം മത്തൻ ഇത് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. മത്തൻ ഇതാ വേവിച്ച് നല്ലോണം ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മത്തനൊരു വാടിയ പോലെ ഉണ്ട്. അതുകൊണ്ട് വെന്ത് കിട്ടാൻ അല്ലെങ്കിൽ ഒരു വിസിലടിക്കുമ്പോഴത്തേക്ക് മത്തൻ നല്ലോണം വേകുന്നായിരുന്നു കേട്ടോ. ഇത് നോക്കാം, ഒരു വിസിലടിച്ച് 2 വിസിലടിച്ചിട്ടും നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു കിട്ടിയിട്ടില്ല. അതിനെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഉടച്ചു കൊടുത്തു. എന്നിട്ടും ഒരു കഷ്ണം പോലെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ മത്തം കിടക്കുമ്പോൾ രസം ഉണ്ടാവില്ല കേട്ടോ. നല്ലോണം ഉടയണം. തെറിച്ച പൊന്നൂസിൻ്റെ മേത്ത് തെറിച്ചി. അന്നേരം ഞാൻ ഈ കുക്കർ ഒഴിവാക്കണം. അന്നേരം ഞാൻ തട്ടി തന്നെ അങ്ങോട്ട് താളിക്കാൻ വിചാരിച്ചു. കുഴപ്പമില്ലല്ലോ. പിന്നെ ചീച്ചട്ടി മാറ്റണ്ടേ. അത് ചട്ടി തന്നെ ഉള്ളിയെല്ലാം അങ്ങ് ചട്ടി തന്നെ മൂപ്പിച്ചിട്ട് അതിലേക്ക് തന്നെ ഒഴിക്കാൻ വിചാരിച്ചു. അല്ലെങ്കിൽ വേറൊരു പാത്രം അതിനായിട്ട് എടുക്കേണ്ടി വരും. നമ്മളെ കരിവേപ്പിലേൻ്റെ മുകളിൽ ഇപ്പോൾ കരിവേപ്പില മര്യാദ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. മഴ കുറച്ച് കുറഞ്ഞപ്പോൾ മാറ്റിക്കൊന്നു വെച്ചാൽ മുഖം പോയിട്ട് തന്നെ പറയണ്ട. ഇന്ന് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ ലീവല്ലേ. അന്നേരം ഞാൻ വിചാരിച്ചു അങ്ങനെ അങ്ങ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. കുഞ്ഞു കുരുത്തൊക്കെ കളിക്കല്ലോ കുഞ്ഞോ. നല്ല അനുസരണമുള്ള കുട്ടിയാണ് കേട്ടോ. നിങ്ങളൊക്കെ പറയില്ലേ കുഞ്ഞാപ്പു നല്ല കുട്ടിയാണ്. നല്ല കുട്ടീൻ്റെ നല്ല വായിയടി. നല്ല കുട്ടിയാ. കുഞ്ഞു കൂടെ ഞാൻ മത്തൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ മൂപ്പിച്ച് മത്തൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആളെ ഞാൻ പറഞ്ഞില്ലേ ആ സാധനം വെച്ച് അടിച്ചിന്ന്. അത് വെച്ച് അടിച്ച് അത് ഞാൻ ഇവിടെ വോയിസിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ്. ഭയങ്കര അടിപിടി കൂടുതലാണ് കേട്ടോ. അന്നേരം ഇവിടെ അടി സീനായി. അവിടെ എണീറ്റിട്ടൊന്നും ഇല്ല കേട്ടോ. അതാ ഒരാൾ എണീറ്റിട്ടില്ല. ആരാണ്ടോ അടി സീനായിട്ടതാ അവിടെ പോയി കിടക്കുന്നുണ്ട് കേട്ടോ. ചക്കു പൊന്നൂനടിച്ച് സീനാക്കി ചക്കുവിൻ്റെ അടുത്ത് പതുക്കെ സോപ്പിട്ട് പോയതാണ്. പൊന്നുവിൻ്റെ കാലടിച്ച് പൊട്ടിച്ച്. അതാ ഞാൻ അറിയാം. ഇവിടെ എങ്ങനെ വരില്ല, ഇങ്ങനെ എടുക്കാൻ പറ്റേ ഇല്ല. അതാ പച്ചക്കായിൻ്റെ തോലും ചെറുപയറും കൂടെയാണ് കേട്ടോ ഉപ്പേരി വെക്കണത്. അതാ വെള്ളത്തിലിട്ടിട്ടൊന്നുമില്ല ചെറുപയർ, അങ്ങനെ തന്നെയാണ് കേട്ടോ. പച്ചക്കായിൻ്റെ തോലും ഉണ്ട്. ഇത് 2 ദിവസം ഇന്നലെ വേണം ഞാൻ പച്ചക്കായും മോരും കൂടെ കറി വെച്ചപ്പോൾ ആ തോല് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. തോലെടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കായ് മാത്രം എടുത്തവർ. ആ തോല് ഞാൻ കളഞ്ഞിട്ടില്ല. കാരണം പച്ചക്കായിൻ്റെ തോലിലാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണം കൂടുതലുള്ളത് എന്നല്ല പറയാ. അതെന്തായാലും കിട്ടുന്നത് നേരം ഇതിൽ തന്നെ ഇട്ടിട്ട് മഞ്ഞളും ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. വേറെ ഒന്നും ഇടുന്നില്ല. ബാക്കി എന്നിട്ട് നമ്മൾ തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മത്തൻ കറി റെഡി ആയിട്ടുണ്ട്. മത്തൻ കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അന്നേരം അത് ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് നമ്മളെ ചെറുപയർ അങ്ങോട്ട് എടുത്ത് അടുപ്പത്തേക്കാം. അത് ചെറുപയർ വെന്ത് വരുമ്പോഴത്തേക്കും പുറം പണികളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. മുറ്റടിക്കൽ പാത്രം കഴുകൽ എല്ലാം അവിടെ തന്നെ ഉണ്ട്. അന്നേരം ഇതൊന്ന് വെന്ത് വെട്ടോ. അതിനി പോയിട്ട് മുറ്റടിക്കണം, പാത്രം കഴുകണം, കുറേ പരിപാടികളുണ്ട്. തുണി ആറിയിടണം, വെയിലിറക്കിണ്ട്. അന്നേരം പോയിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് വന്ന് ചെറുപയർ ഏകദേശം റെഡിയാവും. അന്നേരം ഞാൻ പോയിട്ട് ആദ്യം തുണി ആറിയിട്ടിട്ട് വരട്ടോ. തുണി ആറിയിട്ടില്ല. അന്നേരം പോയി തുണി ആറിയിട്ട് വന്നിട്ട് ബാക്കി പണികൾ അങ്ങോട്ട് എടുക്കാം. രാവിലെ എണീറ്റ് മറ്റു കാര്യമില്ല. സ്കൂളില്ലാത്തതുകൊണ്ടാണ്
മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. സ്കൂളിൽ ഒതുങ്ങിയിട്ട് പഞ്ചായത്ത് വരാം. പിന്നെ അവർക്ക് ഇതിനോടൊക്കെ നല്ല ചാടിയിട്ട് പറയാം. പിന്നെ അല്ലെങ്കിൽ ആ പൈസ എടുത്തിട്ട് എന്തെങ്കിലും മേടിച്ചാൽ മതി. ഞാൻ പോയി വാങ്ങുന്നു. ഒരു വർഷം എന്നെ അടിച്ച് നീ പറഞ്ഞു. അടി വീണ്ടും അടി വീണ്ടും അടി കുഞ്ഞാച്ചൻ അടി ഇട്ടൂടെ അർക്ക് വീട്ടിൽ താഴെ കുടിക്കുന്ന കളി. അടക്ക് ഇന്നലെ വൈകുന്നേരം അലക്കിയ തുണികളാട്ടോ. ഇനിയിപ്പോ അലക്കാണ്ട് രാവിലത്തെ. ഇന്നലെ വൈകുന്നേരം അലക്കി. മൂന്നൊക്കെ പഴക്കിയാണ് ഓടി 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 വീഴും. ഇന്നത്തെ കടി പുട്ടാണേ. പുട്ട് അജ്മീസ് പുട്ടുപൊടി കൊണ്ടാട്ടാ പുട്ടുണ്ടാക്കിയത്. അന്നേരം 1/2 കിലോ വാങ്ങിയാൽ നമുക്ക് 2 പ്രാവശ്യം കൊടുക്കാം. അന്നേരം കുഞ്ഞാച്ചൂന് കുറച്ച് കൊടുക്കട്ടെ. കുഞ്ഞാച്ചു കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ. എന്തെന്നെ ഇപ്പൊ കഴിക്കൂടെ ഔട്ടാണ്. കഴിക്കോണ്ട് ഔട്ടാണ് ആള്. പഞ്ചസാര ഇട്ടേനുമ്മ പഞ്ചസാര ഇട്ടാ എന്നാ പഞ്ചസാര ഇട്ടിന് ബാ. കുഞ്ഞാപ്പൂന് തന്നെ തിന്നാന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പുട്ട് കൊടുത്തത്. ഒരു രക്ഷയില്ല. പുട്ടിൽ പഞ്ചസാര മതിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്ത് തിന്നിട്ടില്ല. ലാസ്റ്റ് ഇതാ ഞാൻ വാരി കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ട് 1/2 മണിക്കൂറിൻ്റെ മുകളിലെടുത്തു നമ്മളെ തീറ്റയൊന്നും തീർന്ന് കിട്ടാൻ കേട്ടോ. കുറേ നേരം കളിച്ചിട്ടാണ് ഒരു വിധത്തിൽ തീറ്റ കഴിഞ്ഞത്. എന്നുമില്ല, ചില ദിവസങ്ങളിലാണ് കേട്ടോ ഈ സ്വഭാവമുള്ളൂ. എല്ലാ ദിവസമൊന്നും വലിയ കുഴപ്പമില്ല. അന്നേരം ഞാൻ നമ്മളെ ചെറുപയറിലേക്ക് അരയ്ക്കാൻ തേങ്ങ, ചെറിയ ജീരകം, വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം സവാള, 2 പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇല്ല മിന്നി ആടുമില്ല നമുക്ക് വീഡിയോ വെക്കാം. അമ്മൻ്റെ കുട്ടി അമ്പട് പോനാ. ഞാനും കുഞ്ഞുട്ടൻ്റെ വീട്ടിക്ക്. ഞാൻ ഇതന്നെ പണി. ഇവിടെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് പോകും, ഇങ്ങോട്ടൊന്ന് കരഞ്ഞു വരും. ഇതന്നെ എൻ്റെ കുട്ടിക്ക് പണി രാവിലെ എണീറ്റാൽ. അന്നേരം ഇതൊന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതക്കുന്നേ ഉള്ളൂ. ഓടിക്കണ്ണാ. ഒരാൾ ഒഴിക്കണത് നമുക്ക് വീഡിയോ എടുത്തു തരാൻ ആളില്ല ഒഴിക്കണ്ടോ. ചെറുപയർ ഇതാ കായിൻ്റെ തോലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതാണ്ടോ. നല്ല പാകത്തിന് വെള്ളമൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് വെന്തിട്ടിട്ടുണ്ട്. കുഞ്ഞ പറ കയ്യിൽ മുറിയായി പറയും. അമ്മ പറയണോ? കുഞ്ഞാപ്പൂൻ്റെ കയ്യിൽ മുറിയായി എന്നാണ് കേട്ടോ പറയുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. നമ്മളിവിടെ കറിക്ക് വെളിച്ചെണ്ണ മാത്രമാണ് കേട്ടോ ഉപയോഗിക്കലുള്ളൂ. ഓയിൽ ഉപയോഗിക്കലേ ഇല്ല കറിക്ക്. ഇവിടെ ഓയിലിൻ്റെ ഇത് പറ്റേ ഇല്ല. അത് ഓരോരുത്തർ ശീലിച്ച് പോയതിൻ്റെ ആവും തോന്നുന്നുണ്ട്. ഇവിടെ ഓയിൽ പറ്റിയല്ല. ഓയിൽ ഒഴിച്ചാൽ വേറെ തന്നെ ഇവിടെ ചോദിക്കും. കണ്ടുപിടിക്കും. അങ്ങനെയാണല്ലോ നമ്മളെന്തെങ്കിലും പിന്നെ നല്ലത് ചെയ്താൽ പെട്ടെന്ന് ആരും കണ്ടുപിടിക്കില്ല. എന്തെങ്കിലും പറ്റാത്ത കാര്യങ്ങൾ ചെയ്താൽ കണ്ടുപിടിക്കുന്നു പറയും പോലെയാണ് കേട്ടോ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇത് ഇട്ട് കൊടുക്കട്ടെ. എൻ്റെ കയ്യിലാണ് ഫോൺ പിടിച്ചിട്ട് ചെയ്യുന്നത്. കുട്ടികളൊക്കെ കളിക്കുകയാണ്.
അന്നേരം ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ആവി വരണം. അന്നേരം ഇതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ അരച്ച ജാറിൽ ലേശം വെള്ളം ഒന്ന് ഒഴിച്ചിലേക്ക് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം അതൊന്ന് നന്നായിട്ട് ഇനി ആവി വരണം. ആവി വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഉപ്പേരി റെഡി. പക്ഷേ ആമാട്ടൻ 11 മണിയാകുമ്പോൾ ചായ കുടിക്കാൻ വരും. അന്നേരത്തേക്ക് ലേശം തൈര് ഇരിപ്പുണ്ട്, അത് ലേശം ചള്ളാസ് പോലെ ആക്കണം. 2 പപ്പടവും കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ അടുക്കള പരിപാടികൾ ഏകദേശം തീർന്നു കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പണി കഴിഞ്ഞു എന്നല്ല, ഇനി തുടച്ചിട്ടില്ല, ഒന്ന് അടിച്ചു വാരി ഒന്ന് ഒതുക്കി പെറുക്കി തുടയ്ക്കണം കേട്ടോ. അതുകൂടെ ഉണ്ട് ഒരു പണി. നേരെ നമ്മളെ ചള്ളാസിനുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സൊക്കെ ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കരിവേപ്പിലേൻ്റെ അരി ഓർമ്മ വന്നു കേട്ടോ. അതാ കരിവേപ്പിലയും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. നേരെ നമ്മളെ ചള്ളാസ് ഇവിടെ റെഡി ഇട്ടോ. വേറെ ഒന്നും ഇട്ടിട്ടില്ല, ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും മാത്രം. ഇഞ്ചി ഇടുന്നവർക്ക് ഇഷ്ടമല്ല, ഇഞ്ചി കടിക്കുന്ന ഇഷ്ടമല്ല. ഒരു ഇഞ്ചി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ വേണ്ടി ഇഞ്ചി കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു ഇഞ്ചി ചിരണ്ടി അതൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇഞ്ചിപ്പുളി ഉണ്ടാക്കണം. ഇഞ്ചിപ്പുളി ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. കുറേ ദിവസമായി പറയുന്നത്. നേരെ നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ തൈര് എപ്പോൾ മിക്ക ദിവസം നമ്മളെ വീട്ടിൽ തൈര് ഉണ്ടാവും. തൈരില്ലാണ്ട് ഷാണിന് പറ്റില്ല, എപ്പോഴും തൈര് വേണം. കറി വെക്കണ അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ പച്ചത്തൈര് ഇങ്ങനെ ആക്കി കൊടുക്കാനാണ് ഇഷ്ടം. നേരം അത് റെഡി ആയിട്ടുണ്ട്. അതിനൊരു മൂടി എടുത്താൽ മൂടി വെക്കണം. നമ്മളെ ചെറുപയർ നല്ലോണം ആവിയൊക്കെ വന്നിട്ടുണ്ട്. ചെറുപയറും ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി 2 പപ്പടം കൂടെ വറക്കണം. പപ്പടം ഇപ്പോൾ വറക്കണില്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അന്നേരം പപ്പടം വറക്കൽ കുറച്ച് കഴിഞ്ഞിട്ട് വറക്കാം. അന്നേരം ഇതും കൂടെ അങ്ങോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെയൊക്കെ ഒന്ന് തട്ടിയുണ്ട്, ഒക്കെ മൊത്തം അലങ്കോലമായിട്ട് കിടക്കണം, ഒക്കെ ഒന്ന് വൃത്തിയാക്കണം. ഗാന്ധി ജയന്തി ആയിട്ട് സേവനവാരം ചെയ്തിട്ടില്ല എന്ന് പറയണ്ടല്ലേ? എന്തേലും സേവനവാരം ചെയ്യണ്ടല്ലോ ചക്ര? അന്നേരം വീട്ടിൽ എന്തേലും ഒരു പണിയെടുക്കുക ഗാന്ധി ജയന്തി പ്രമാണിച്ച്. ഇന്ന് ഗാന്ധി ജയന്തി അല്ലേ? അല്ലല്ലേ? അന്നേരം നമുക്ക് കുറച്ച് ഓണത്തിന് കിട്ടിയ ബന്ധിച്ചെടി ഉണ്ട് കേട്ടോ. അത് നടാൻ വേണ്ടിയിട്ടിതാ ഞാൻ ചക്കരേനോട് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറയും. ഈ സൈഡിൽ കൂടെ അതിങ്ങനെ നട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവില്ലേ പൂ വിരിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ സൂര്യപ്രകാശം ഏക്കാത്തതുകൊണ്ട് എങ്ങനെയാവുന്നൊന്നും അറിയില്ല കേട്ടോ. ഇവിടെ സൂര്യപ്രകാശം അടിക്കൽ കുറവാണ്. ഇവിടെ ഇങ്ങനെ ചോല നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കി പറിക്കണം കേട്ടോ. ചെറുനാരങ്ങേൻ്റെ ഒക്കെ തൈകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇവരെല്ലാം വിത്തും കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി താത്തും. അന്നേരം അതൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. ഇത് നല്ലൊരു ചെടിയാണ് കേട്ടോ. ഇത് നല്ലൊരു പൂ വിരിയും, നല്ല ഭംഗിയാ പൂ കാണാൻ. ചെമ്പരത്തി പൂ പോലെ ഉണ്ട്. ആഹാ, ഒരാളിതാ പാത്രമൊക്കെ ആയിട്ട് വരുന്ന ചെരുപ്പൊന്നും ഇടാണ്ട്. മുട്ടിടുന്നുണ്ട്. അതിന്റെ തലയാരം ഒടിച്ചിനല്ലോ. അതിന്റെ തലമണ്ട ഒടിഞ്ഞു കിടക്കുമ്പോൾ അല്ലല്ലേ? ഇളക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. മക്കൾ രാവിലെ കാട് പറിച്ചൊക്കെ വൃത്തിയാക്കിയതാണ്. പിന്നെ എനിക്ക് വീഡിയോ അപ്പം ഞാൻ എടുക്കാൻ പറ്റില്ല. പിന്നെ ലാസ്റ്റ് വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുത്തത്. അന്നേരം മക്കൾ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അനിയൻ്റെ കുട്ടിയും ചക്കരയും കൂടി ആയിട്ട് വൃത്തിയാക്കിയതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.